യഥാർത്ഥ സ്നേഹം ലഭിക്കുന്നതിനു മുമ്പ് പ്രപഞ്ചം നിങ്ങളുടെ ആത്മാവിനെ എന്തിനാണ് ഇത്രയധികം തപിപ്പിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സ്വർണ്ണപ്പണിക്കാരൻ സ്വർണ്ണത്തെ മാറ്റുകൂട്ടിയെടുക്കാൻ തീയിലിട്ട് ഉരുക്കുന്നതുപോലെയാണത്. ശരിയായ ഒരു ബന്ധത്തിലേക്ക് അടുക്കുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ പെട്ടെന്ന് എല്ലാം തകർന്നു പോകുന്നതായി നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറില്ലേ? നിങ്ങളെത്തുന്നതിനു തൊട്ടുമുമ്പ് ഒരു വാതിലടയുന്നതുപോലെ നിങ്ങൾ തനിച്ചാകുന്നു. അവസാനം നിങ്ങളുടെ കൈകളിൽ നിരാശ മാത്രം ബാക്കിയാകുന്നു. ഇതൊരു വെറും യാദൃശ്ചികതയാണോ? അതോ നിങ്ങളുടെ ആത്മാവ് നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷയുടെ സൂചനയാണോ? ഏകാന്തതയുടെ ആ ആഴമേറിയ രാത്രികളിൽ ലോകം മുഴുവൻ ഉറങ്ങുകയും നിങ്ങൾ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്നിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉയരുന്നില്ലേ? എന്നാൽ ഞാൻ പറയട്ടെ, ഈ ഏകാന്തത, ഈ പോരാട്ടം, ഈ വേദന, ഇതൊന്നും നിങ്ങളുടെ ശിക്ഷയല്ല, മറിച്ച് നിങ്ങളുടെ തയ്യാറെടുപ്പാണ്. നിങ്ങൾ സോൾമേറ്റ് എന്ന് വിളിക്കുന്ന ആ ദിവ്യമായ കൂടിച്ചേരലിനു വേണ്ടിയുള്ള നിങ്ങളുടെ ആത്മാവിന്റെ ഉരകല്ലാണിത്. ആ വ്യക്തിയെ നിങ്ങൾക്ക് നൽകുന്നതിനു മുൻപ് ആ സ്നേഹം കൈകാര്യം ചെയ്യാനും നിലനിർത്താനും നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ എന്ന് പ്രപഞ്ചം ഉറപ്പുവരുത്താൻ ആഗ്രഹിക്കുന്നു. ഇതൊരു സാധാരണ കണ്ടുമുട്ടലല്ല, രണ്ട് ആത്മാക്കളുടെ മഹാസംഗമമാണ്. അതിന് യോഗ്യത ആവശ്യമാണ്. ഇത് പ്രപഞ്ചം രചിച്ച ഒരു നിയമമാണ്. പ്രപഞ്ചം നിങ്ങളെ നേരിട്ട് നിങ്ങളുടെ സോൾമേറ്റിന്റെ അടുത്തേക്ക് അയക്കില്ല. അതിനു മുമ്പ് നിങ്ങളുടെ വഴിയിൽ 5 അഗ്നിപരീക്ഷകൾ, 5 വെല്ലുവിളികൾ പ്രപഞ്ചം വെക്കുന്നു. ഇവ ജയിക്കാതെ ആ കൂടിച്ചേരൽ സാധ്യമല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ആ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് മാത്രമല്ല പറഞ്ഞുതരിക, മറിച്ച് ഈ പരീക്ഷകൾ എന്തുകൊണ്ട് അനിവാര്യമാണെന്നും ആ മഹാസംഗമത്തിനായി അവ നിങ്ങളുടെ ആത്മാവിനെ എങ്ങനെ തയ്യാറാക്കുന്നു എന്നുമുള്ള ആഴമേറിയതും മറഞ്ഞിരിക്കുന്നതുമായ സത്യത്തെ വെളിപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ സോൾമേറ്റിനെയും തമ്മിൽ അകറ്റി നിർത്തുന്ന ആ 5 അഗ്നിപരീക്ഷകളിലൂടെ നിങ്ങളുടെ ആത്മാവ് എന്തിനു കടന്നുപോകണം എന്ന രഹസ്യത്തിൽ നിന്ന് നമുക്കിന്ന് തിരശീല മാറ്റാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നഗരങ്ങളില്ലാതിരുന്നപ്പോൾ, ബഹളങ്ങളില്ലാതിരുന്നപ്പോൾ ഋഷിവര്യന്മാർ ജ്ഞാനം തേടി എങ്ങോട്ടാണ് പോയിരുന്നത്? കൊടുംകാടുകളിലേക്കും മലകളിലെ ഗുഹകളിലേക്കും അവർ ഏകാന്തത തേടിപ്പോയി. എന്തിന്? അവർ ലോകത്തിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നില്ല, അവർ സ്വയം കണ്ടെത്താൻ പോവുകയായിരുന്നു. ഇവിടെയാണ് പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ പരീക്ഷയുടെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പരീക്ഷ, ഏകാന്തതയുടെ അഗ്നിപരീക്ഷ. നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടുമുട്ടുന്നതുവരെ പ്രപഞ്ചം നിങ്ങളെ വീണ്ടും വീണ്ടും ഏകാന്തതയുടെ കയത്തിലേക്ക് തള്ളിവിടും. ഇതൊരു ശിക്ഷയല്ല, ഇതൊരു സാധനയാണ്. കാരണം നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു കണ്ണാടി വയ്ക്കപ്പെടുന്നു. ലോകത്തിൽ നിന്ന് നിങ്ങൾ ഒളിപ്പിച്ചുവെക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു കണ്ണാടി. നിങ്ങളുടെ പേടികൾ, നിങ്ങളുടെ അപൂർണമായ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആഴത്തിലുള്ള മുറിവുകൾ. നിങ്ങളുടെ ഏകാന്തത യഥാർത്ഥത്തിൽ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകിയ ഒരു കണ്ണാടിയാണെന്നും അതിലൂടെ നിങ്ങളെ നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപവുമായി പരിചയപ്പെടുത്താൻ പ്രപഞ്ചം ആഗ്രഹിക്കുന്നുവെന്നും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സ്വന്തം സാന്നിധ്യത്തിൽ ജീവിക്കാൻ പഠിക്കുന്നതുവരെ, സ്വന്തം സാന്നിധ്യത്തിൽ സമാധാനം കണ്ടെത്തുന്നതുവരെ മറ്റൊരാളുടെ സാന്നിധ്യത്തെ ബഹുമാനിക്കാൻ നിങ്ങൾക്കെങ്ങനെ സാധിക്കും? മറ്റൊരാളിലൂടെ പൂർണ്ണമാകാൻ ശ്രമിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി പ്രപഞ്ചം ആദ്യം നിങ്ങളെത്തന്നെ പൂർണ്ണനാക്കുന്നു. നിങ്ങൾ ഏകാന്തതയുടെ ഈ പരീക്ഷ മറികടക്കാൻ തുടങ്ങുമ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ മുന്നിൽ രണ്ടാമത്തെ പരീക്ഷ വയ്ക്കുന്നു. രണ്ടാമത്തെ പരീക്ഷ, ഭൂതകാലത്തിന്റെ നിഴലുകളിൽ നിന്നുള്ള മോചനം. ഉപനിഷത്തുകളിൽ മനോഹരമായ ഒരു കാര്യം പറയുന്നുണ്ട്. മനുഷ്യനെന്നാൽ അവൻ എന്താണോ അതല്ല, മറിച്ച് അവന്റെ ഓർമ്മകളാണ്. നിങ്ങളുടെ ഭൂതകാലം ഒരു വലിയ ഭാരം പോലെയാണ്. അത് നിങ്ങളുടെ മുതുകിൽ ചുമന്നുകൊണ്ട് നിങ്ങൾ നടക്കുകയാണ്. പഴയ അപൂർണമായ കഥകൾ, പഴയ ബന്ധങ്ങൾ, പഴയ മുറിവുകൾ. ഈ ഭാരം നിങ്ങളുടെ കൂടെയുള്ളിടത്തോളം നിങ്ങൾക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പ്രപഞ്ചം ഒരു കളി കളിക്കുന്നു. അത് പെട്ടെന്ന് നിങ്ങളുടെ പഴയ കാമുകന്മാരെയോ നിങ്ങളെ വേദനിപ്പിച്ചവരെയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ അയക്കുന്നു. അവർ എന്തിനാണ് തിരികെ വരുന്നത്? ഇതൊരു യാദൃശ്ചികതയാണോ? ഇതൊരു പരീക്ഷയാണോ? നിങ്ങളിപ്പോഴും ആ പഴയ നൂലുകളിൽ കെട്ടിയിട്ടിരിക്കുകയാണോ എന്ന് പ്രപഞ്ചം നോക്കുന്നു. അവരുടെ മടങ്ങിവരവ് ഇന്നും നിങ്ങളുടെ ഹൃദയത്തെ വിറപ്പിക്കുന്നുണ്ടോ? അതോ ശാന്തമായൊരു പുഞ്ചിരിയോടെ അവരെ യാത്രയയക്കാൻ നിങ്ങൾ പഠിച്ചോ? ഭൂതകാലത്തിന്റെ നിഴൽ വീണ്ടും വീണ്ടും നിങ്ങളുടെ വാതിലിൽ മുട്ടുമ്പോൾ അത് നിങ്ങളെ പിന്നോട്ട് വലിക്കാനുള്ള ഗൂഢാലോചനയാണോ? അതോ ആ വാതിൽ എന്നേക്കുമായി അടയ്ക്കാൻ നിങ്ങൾ പഠിച്ചോ എന്നറിയാനുള്ള പരീക്ഷയാണോ? ഈ അറിവ് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ്. ഋഷികളുടെ അനുഭവങ്ങളിൽ നിന്ന് ജനിച്ചതാണ്. എന്നാൽ ഇന്ന് ശാസ്ത്രവും ഇതേ ആഴത്തിലുള്ള രഹസ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളുടെ ആത്മാവിന്റെ ഈ യാത്ര നിങ്ങളുടെ തലച്ചോറിലെ തരംഗങ്ങളിലും പ്രപഞ്ചത്തിന്റെ ഊർജ്ജ നിയമങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നു. അതെ, ഇത് സത്യമാണ്. ഋഷികൾ ധ്യാനത്തിലൂടെ നേടിയെടുത്ത അറിവിലേക്ക് ആധുനിക ശാസ്ത്രം ഇന്ന് അതിന്റെ ഉപകരണങ്ങളിലൂടെ എത്തിച്ചേരുന്നു. ഗുഹയും ലബോറട്ടറിയും കാണാൻ വ്യത്യസ്തമായിരിക്കാം, എന്നാൽ സത്യം ഒന്നുതന്നെയാണ്. ഇവിടെ പ്രപഞ്ചത്തിന്റെ മൂന്നാമത്തെ പരീക്ഷ വെളിപ്പെടുന്നു. മൂന്നാമത്തെ പരീക്ഷ, ഊർജ്ജത്തിന്റെയും തരംഗങ്ങളുടെയും പരീക്ഷ.
ദ ടെസ്റ്റ് ഓഫ് വൈബ്രേഷൻ. ക്വാണ്ടം ഫിസിക്സിന്റെ ഏറ്റവും വലുതും ഞെട്ടിക്കുന്നതുമായ സത്യം എന്താണ്? ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ കട്ടിയുള്ളതല്ല, സോളിഡ് എന്നതാണ്. നിങ്ങളുടെ ശരീരം, ഈ കല്ല്, ഈ നക്ഷത്രങ്ങൾ എല്ലാം തന്മാത്രാതലത്തിൽ വിറകൊള്ളുന്ന ഊർജ്ജ തരംഗങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ വികാരങ്ങൾ, അവയും ഊർജ്ജമാണ്. സ്നേഹം ഒരു ഊർജ്ജമാണ്. ഭയം ഒരു ഊർജ്ജമാണ്. സമാധാനം ഒരു ഊർജ്ജമാണ്. ഓരോ വികാരത്തിനും അതിന്റേതായ ഒരു ഫ്രീക്വൻസി അഥവാ കമ്പനമുണ്ട്. പ്രപഞ്ചത്തിന് ഒരു നിയമമുണ്ട്: സമാനമായ ഊർജ്ജം സമാനമായ ഊർജ്ജത്തെ ആകർഷിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ നിരാശ, ഏകാന്തത, ആത്മവിശ്വാസമില്ലായ്മ എന്നീ ഊർജ്ജങ്ങളാണ് വിറകൊള്ളുന്നതെങ്കിൽ ഈ ഊർജ്ജത്തെ വർദ്ധിപ്പിക്കുന്ന ആളുകളെയും സാഹചര്യങ്ങളെയുമാകും നിങ്ങളൊരു കാന്തം പോലെ ജീവിതത്തിലേക്ക് ആകർഷിക്കുക. യഥാദൃഷ്ടി തഥാ സൃഷ്ടി. നിങ്ങളുടെ ദൃഷ്ടി, കാഴ്ചപ്പാട് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നിങ്ങളുടെ ലോകവും സൃഷ്ടിക്കപ്പെടുക എന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷികൾ പറഞ്ഞ അതേ സത്യമാണ് ക്വാണ്ടം ഫിസിക്സിന്റെ ഈ സിദ്ധാന്തവും പറയുന്നത് എന്നത് അത്ഭുതകരമല്ലേ? നിങ്ങളുടെ സോൾമേറ്റ് ഉയർന്ന ഒരു എനർജി ലെവലിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ആ വ്യക്തിയെ കണ്ടുമുട്ടാൻ നിങ്ങൾ സംസാരമോ ശ്രമങ്ങളോ അല്ല വേണ്ടത്, മറിച്ച് നിങ്ങളുടെ ഊർജ്ജത്തിന്റെ നിലവാരം ഉയർത്തുകയാണ് വേണ്ടത്. പുറം ലോകത്ത് സ്നേഹം അന്വേഷിക്കുന്നതിന് പകരം സ്വന്തമുള്ളിൽ സ്നേഹത്തിന്റെ ഊർജ്ജം സൃഷ്ടിക്കാൻ പഠിക്കുന്നതുവരെ പ്രപഞ്ചം നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഇതിനുശേഷം നാലാമത്തെയും ഏറ്റവും കഠിനവുമായ പരീക്ഷ വരുന്നു. നാലാമത്തെ പരീക്ഷ അഹങ്കാരത്തിന്റെ ഈഗോ വിസർജന പരീക്ഷ. നിങ്ങളുടെ തലച്ചോറിനൊരു ഭാഗമുണ്ട്, അതിന്റെ ഏക ജോലി നിങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്. അത് ഞാൻ എന്റേത് എന്ന ഒരു മതിൽ കെട്ടിപ്പടുക്കുന്നു. ഇതാണ് അഹങ്കാരം അഥവാ ഈഗോ. ഇത് നിങ്ങളെ മുറിവേൽക്കുന്നതിൽ നിന്ന് രക്ഷിക്കുന്നു. എന്നാൽ ആഴത്തിലുള്ള ബന്ധങ്ങളിൽ നിന്ന് നിങ്ങളെ തടയുന്നതും ഇതുതന്നെയാണ്. യഥാർത്ഥ സ്നേഹം അഹങ്കാരത്തിന്റെ മരണം ആവശ്യപ്പെടുന്നു. ന്യൂറോ സയൻസ് പറയുന്നത്, രണ്ട് ആളുകൾ ഗാഢമായ പ്രണയത്തിലാകുമ്പോൾ അവരുടെ തലച്ചോറിലെ തരംഗങ്ങൾ പരസ്പരം സിങ്ക് ആകുമെന്നാണ്. ഞാനും നീയും എന്ന വ്യത്യാസം മാഞ്ഞുപോകുന്നു. എന്നാൽ അഹങ്കാരത്തിന് ഇതിഷ്ടമല്ല, കാരണം ഇതിൽ അതിന്റെ നിലനിൽപ്പ് അപകടത്തിലാകുന്നു. അതുകൊണ്ട് പ്രപഞ്ചം നിങ്ങളുടെ അഹങ്കാരത്തെ വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ സ്നേഹവും തമ്മിൽ ഒന്ന് തെരഞ്ഞെടുക്കേണ്ട സാഹചര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും. അത് നിങ്ങളെ കുമ്പിടുവിക്കും, നിങ്ങളെ ഉടയ്ക്കും. സ്നേഹം എന്നത് സ്വന്തമാക്കാനല്ല, മറിച്ച് അതിൽ അലിഞ്ഞുചേരാനുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതുവരെ. നിങ്ങളെ ജീവനോടെ നിലനിർത്താൻ നിങ്ങളുടെ തലച്ചോറ് അഹങ്കാരത്തിന്റെ കവചമണിയിക്കുന്നു. എന്നാൽ അഹങ്കാരം ഉരുകിപ്പോയാൽ മാത്രം സാധ്യമാകുന്ന ആ ഗാഢമായ സ്നേഹം അനുഭവിക്കുന്നതിൽ നിന്ന് ഇതേ കവചം നിങ്ങളെ തടയുന്നുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രാചീന ജ്ഞാനവും ആധുനിക ശാസ്ത്രവും ഒരേ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആത്മാവിന്റെ പരിവർത്തനം, ഊർജ്ജത്തിന്റെ ശുദ്ധീകരണം, അഹങ്കാരത്തിന്റെ ത്യാഗം, ഇതെല്ലാം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിയുന്നത് അറിവ്, നോളജാണ്. എന്നാൽ ഈ അറിവിനെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് സാധനയാണ്. അപ്പോൾ ഈ പരീക്ഷകൾക്കായി നിങ്ങളുടെ ആത്മാവിനെ യഥാർത്ഥത്തിൽ പരിശീലിപ്പിക്കാൻ കഴിയുന്ന പ്രായോഗിക വഴികളും സാങ്കേതിക വിദ്യകളും അറിയാൻ നിങ്ങൾ തയ്യാറാണോ? തത്വങ്ങൾ അറിയുന്നത് യാത്രയുടെ ആദ്യ പടിയാണ്. എന്നാൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ നടക്കേണ്ടതുണ്ട്. അറിവിനെ അനുഭവമാക്കി മാറ്റുന്നതാണ് സാധന. വരൂ, ഈ പരീക്ഷകൾക്കായി നിങ്ങളുടെ ആത്മാവിനെ തയ്യാറാക്കുന്ന ആ വഴികൾ നമുക്കറിയാം. ഇതൊരു സങ്കീർണമായ ആചാരമല്ല, മറിച്ച് ജീവിതം ജീവിക്കാനുള്ള കലയാണ്. ഒന്നാമത്തെ വഴി, ഏകാന്തതയുടെ കണ്ണാടിയെ നേരിടുക. പ്രപഞ്ചം നിങ്ങൾക്ക് ഏകാന്തതയുടെ കണ്ണാടി കാണിച്ചുതരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ കണ്ണാടിയിൽ നിന്ന് ഓടിപ്പോകരുത്, അതിനെ നേരിടുക. ഇതിന് ലളിതമായ ഒരു വ്യായാമമുണ്ട്. എല്ലാ ദിവസവും വെറും 15 മിനിറ്റ് മൊബൈലോ പുസ്തകമോ സംഗീതമോ ഇല്ലാതെ വെറുതെ മൗനമായിരിക്കുക. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്വാസം വരുന്നത് പോകുന്നതും ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സിൽ ആയിരക്കണക്കിന് ചിന്തകൾ ഉയരും. ആശങ്കകളും പേടിയും ഉപരിതലത്തിലേക്ക് വരും. അവയെ തടയരുത്. ആകാശത്ത് മേഘങ്ങൾ ഒഴുകിനടക്കുന്നതുപോലെ ഒരു കാഴ്ചക്കാരനെപ്പോലെ അവയെ നോക്കി നിൽക്കുക. വിധിക്കരുത്, വിശകലനം ചെയ്യരുത്, വെറുമൊരു സാക്ഷിയായിരിക്കുക. നിങ്ങളിത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ കടുത്ത അസ്വസ്ഥത തോന്നും. എന്നാൽ നിങ്ങളതിൽ ഉറച്ചുനിന്നാൽ പതുക്കെ പതുക്കെ സ്വന്തം സാന്നിധ്യത്തിൽ നിങ്ങൾ ശാന്തനും സുരുകുമായ ഒരാളായി മാറുന്നത് നിങ്ങൾ കണ്ടെത്തും. പുറം ലോകത്തെ ബഹളങ്ങൾ കുറയുകയും ആദ്യമായി നിങ്ങളുടെ ആത്മാവിന്റെ മന്ദത്തായ മധുരമുള്ള ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുകയും ചെയ്യും. ദിവസത്തിൽ കുറച്ചു നിമിഷങ്ങൾ സ്വന്തം കൂടെ ചെലവഴിക്കാൻ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ മറ്റൊരാളുടെ കൂടെ ചെലവഴിക്കാമെന്ന വാഗ്ദാനം നിങ്ങൾക്കെങ്ങനെ പാലിക്കാൻ കഴിയും? രണ്ടാമത്തെ വഴി, ഭൂതകാലത്തിന്റെ ചാരത്തിൽ നിന്നുള്ള മോചനം. നിങ്ങളുടെ ഭൂതകാലം നിങ്ങളുടെ കഥയാണ്, നിങ്ങളുടെ വ്യക്തിത്വമല്ല. ഇത് ഉപേക്ഷിക്കാൻ ശക്തമായൊരു മാനസിക വൈകാരിക വിദ്യ ഉപയോഗിക്കുക. ശാന്തമായ ഒരിടത്ത് ഇരിക്കുക. ഒരു പേപ്പർ എടുത്ത് നിങ്ങൾക്ക് ആഴത്തിൽ വേദന നൽകിയ എല്ലാ ആളുകളെയും സംഭവങ്ങളെയും ഓർമ്മകളെയും കുറിച്ച് എഴുതുക. നിങ്ങളുടെ എല്ലാ വേദനയും ദേഷ്യവും നിരാശയും ആ പേപ്പറിൽ ഇറക്കിവെക്കുക. കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ കരയുക. എല്ലാം പുറത്തുവന്നു എന്ന് തോന്നുമ്പോൾ
ആ പേപ്പർ പൂർണ്ണമായ അവബോധത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടി കത്തിച്ചുകളയുക. ഇതൊരു വെറും പ്രവൃത്തിയല്ല, നിങ്ങളിപ്പോൾ തയ്യാറാണെന്നുള്ള സന്ദേശം പ്രപഞ്ചത്തിന് നൽകലാണിത്. ആ പേപ്പർ കത്തിച്ചാരമാകുന്നത് കാണുമ്പോൾ വലിയൊരു ഭാരം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങിപ്പോയതായി നിങ്ങൾക്ക് ശരിക്കും അനുഭവപ്പെടും. നിങ്ങൾ ഭൂതകാലത്തിന്റെ തടവുകാരനല്ല, മറിച്ച് ഭാവിയുടെ നിർമ്മാതാവായി മാറും. പറക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന ആ ഭാരം ഇനിയും ചുമക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ ആ ചാരം പോലെ ഭാരം കുറഞ്ഞ് പുതിയ ഉയരങ്ങൾ തൊടാൻ നിങ്ങൾ തയ്യാറാണോ? മൂന്നാമത്തെ വഴി, സ്വന്തം ഊർജ്ജത്തിന്റെ യജമാനനാകുക. നിങ്ങളുടെ ഊർജ്ജം തന്നെയാണ് നിങ്ങളുടെ പ്രാർത്ഥന. നിങ്ങൾ പ്രപഞ്ചത്തിന് എന്ത് നൽകുന്നുവോ അത് നിങ്ങളിലേക്ക് തിരികെ വരുന്നു. സ്വന്തം ഊർജ്ജം മാറ്റാനുള്ള ഏറ്റവും ലളിതവും ശക്തവുമായ വഴി കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡാണ്. എല്ലാ രാത്രിയും ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പും രാവിലെ എഴുന്നേറ്റ ഉടനെയും കണ്ണുകളടച്ച് നിങ്ങളുടെ കൈവശമുള്ള ഏതെങ്കിലും 3 കാര്യങ്ങൾക്ക് പ്രപഞ്ചത്തോട് മനസ്സാ നന്ദി പറയുക. അത് നിങ്ങളുടെ ശ്വാസമാകാം, തലയ്ക്ക് മുകളിലുള്ള കൂരയാകാം, അല്ലെങ്കിൽ ഇന്ന് ലഭിച്ച ഒരു നിമിഷത്തെ സമാധാനമാകാം. ഈ ചെറിയ വ്യായാമം നിങ്ങളുടെ തലച്ചോറിലെ രാസഘടനയെ മാറ്റും. ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ ഉള്ള കാര്യങ്ങളിലേക്ക് മാറും. കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ നിങ്ങളുടെ നിരാശയുടെയും ഉത്കണ്ഠയുടെയും ഫ്രീക്വൻസി സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് മാറുന്നത് നിങ്ങൾ കണ്ടെത്തും. നിങ്ങളുടെ ഊർജ്ജം മാറുമ്പോൾ നിങ്ങളുടെ ലോകം മാറും. നിങ്ങൾ പരാതിപ്പെടുമ്പോൾ പരാതിപ്പെടാൻ കൂടുതൽ കാരണങ്ങൾ ലഭിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്കിൽ അതിന്റെ വിപരീതവും സത്യമല്ലേ? അവസാനത്തെ വഴി, അഹങ്കാരത്തിന്റെ സ്വർണ്ണക്കൂട്ടിൽ നിന്ന് പുറത്തുകടക്കുക. അഹങ്കാരം എപ്പോഴും ശരിയായിരിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ സ്നേഹം എപ്പോഴും ചേർന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ പരിശീലനം നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾ ചെയ്യണം. അടുത്ത തവണ വേണ്ടപ്പെട്ടവരുമായി തർക്കമോ അഭിപ്രായവ്യത്യാസമോ ഉണ്ടാകുമ്പോൾ ഒരു നിമിഷം ഒന്ന് നിൽക്കുക. നിങ്ങൾ 100% ശരിയാണെങ്കിൽ പോലും അഹങ്കാരത്തിന് ജയിക്കാൻ അവസരം കൊടുക്കരുത്. ഇത്രമാത്രം പറയുക, ഞാൻ നിന്റെ ഭാഗം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ആ നിമിഷത്തിൽ നിങ്ങളുടെ അഹങ്കാരം അലറി വിളിക്കും. അത് നിങ്ങളെ പ്രകോപിപ്പിക്കും. എന്നാൽ നിങ്ങൾ ശാന്തനായിരുന്നാൽ ശരിയാകുന്നതിലൂടെ ലഭിക്കുന്ന ചെറിയ സുഖത്തേക്കാൾ എത്രയോ ആഴമേറിയതും ശാശ്വതവുമായ സുഖം സ്നേഹത്തോടെ ചേർന്നു നിൽക്കുന്നതിലാണെന്ന് നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ കാഠിന്യത്തിൽ നിന്ന് മൃദുത്വത്തിലേക്ക് നീങ്ങും. സ്നേഹം സ്വീകരിക്കാൻ പാകത്തിലുള്ള തുറന്നതും സുരക്ഷിതവുമായ ഒരു പാത്രമായി നിങ്ങൾ മാറും. ഈ വഴികളും സാങ്കേതിക വിദ്യകളും വെറും ആയുധങ്ങൾ മാത്രമാണ്. യഥാർത്ഥ ജോലി ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് സ്വന്തം ആത്മാവിനെ കൊത്തിയെടുക്കുക എന്നതാണ്. ദിവ്യമായ സ്നേഹത്തെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു രൂപം അതിന് നൽകലാണ്. ഇതൊരു ആഴമേറിയ ആന്തരിക സാധനയുടെ പ്രക്രിയയാണ്. ഒരു സാധാരണ മനുഷ്യൻ ആത്മീയമായ ഒരു കാന്തമായി സ്പിരിച്വൽ മാഗ്നറ്റ് മാറുന്ന ആ പ്രക്രിയയെ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? നാം അറിഞ്ഞ പ്രായോഗിക വഴികൾ വാതിലുകൾ മാത്രമാണ്. യഥാർത്ഥ യാത്ര വാതിലിനപ്പുറം നിങ്ങളുടെ ഉള്ളിലെ അനന്തമായ പ്രപഞ്ചത്തിലാണ് നടക്കുന്നത്. ഇത് രൂപാന്തരീകരണത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ പ്രക്രിയയാണ്. നിങ്ങളുടെ ചേതനയെയും ഊർജ്ജത്തെയും മനസ്സിനെയും നിങ്ങൾ വീണ്ടും കുഴച്ചെടുക്കുന്ന ഇടം. ഇതാണ് ആത്മാവിന്റെ രസവിദ്യ അഥവാ ആൽക്കമി. ആദ്യഘട്ടം, ശൂന്യതയിലേക്ക് ഇറങ്ങുക. സാധനയുടെ ആദ്യപടി മൗനത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങലാണ്. ഇത് വെറുതെ മിണ്ടാതിരിക്കലല്ല, മനസ്സിനുള്ളിൽ നടക്കുന്ന നിരന്തരമായ ഒച്ചപ്പാടുകളെ ശാന്തമാക്കലാണ്. നിങ്ങളുടെ മനസ്സ് ഒരു കൊടുങ്കാറ്റുള്ള തടാകം പോലെയാണ്. അതിൽ ആയിരക്കണക്കിന് ചിന്തകൾ തിരമാലകൾ പോലെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. മൗനത്തിന്റെ സാധന എന്നാൽ ആ തിരമാലകളോട് യുദ്ധം ചെയ്യലല്ല, മറിച്ച് തടാകത്തെ വെറുതെ ശാന്തമാകാൻ അനുവദിക്കലാണ്. അങ്ങനെ കലങ്ങിയ മണ്ണെല്ലാം താഴെ അടിയുകയും നിങ്ങളുടെ യഥാർത്ഥ ചേതനയായ ആ തെളിഞ്ഞ വെള്ളം ആദ്യമായി നിങ്ങൾക്ക് കാണാൻ കഴിയുകയും ചെയ്യും. ഈ പരിശീലനത്തിൽ നിങ്ങൾ ആഴത്തിലിറങ്ങുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളല്ല എന്ന തിരിച്ചറിവ് ആദ്യമായി നിങ്ങൾക്കുണ്ടാകുന്നു. ആ ചിന്തകളെ നോക്കിക്കാണുന്ന സാക്ഷിയാണ് നിങ്ങൾ. ചിന്തകളാകുന്ന മേഘങ്ങൾ വരികയും പോവുകയും ചെയ്യുന്ന ആകാശമാണ് നിങ്ങൾ. ഇതാണ് ആദ്യത്തെ ഉണർവ്. നിങ്ങളുടെ ഉള്ളിലെ എല്ലാ ബഹളങ്ങളും നിലയ്ക്കുകയും ആഴമേറിയ ഒരു സമാധാനം മാത്രം ബാക്കിയാവുകയും ചെയ്യുമ്പോൾ മാറ്റങ്ങളില്ലാത്ത എക്കാലവും ഉണ്ടായിരുന്ന എന്നുമുണ്ടായിരിക്കുന്ന നിങ്ങളുടെ ആ ഭാഗത്തെ ആ സമാധാനത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ടോ? രണ്ടാമത്തെ ഘട്ടം, ശ്വാസത്തിന്റെ അവബോധം. മനസ്സ് ശാന്തമാകുമ്പോൾ ശ്വാസത്തിന്റെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നിങ്ങളുടെ ശ്വാസം വെറും കാറ്റല്ല, അത് പ്രാണനാണ്, ജീവന്റെ ഊർജ്ജമാണ്. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും ഇടയിലുള്ള അദൃശ്യമായ പാലമാണത്. നിങ്ങൾ ഉള്ളിലേക്കെടുക്കുന്ന ഓരോ ശ്വാസവും ഈ പ്രപഞ്ചത്തിന്റെ ഊർജ്ജത്തെ ഉള്ളിലേക്ക് നിറയ്ക്കലാണ്. പുറത്തേക്ക് വിടുന്ന ഓരോ ശ്വാസവും സ്വയം പ്രപഞ്ചത്തിൽ ലയിപ്പിക്കലാണ്. ഈ വാതിൽ കടക്കാനുള്ള വിദ്യ ലളിതമാണ്. നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ശ്രദ്ധ കൊടുക്കുക. അത് മൂക്കിലൂടെ കയറുന്നതും ശ്വാസകോശത്തെ നിറയ്ക്കുന്നതും പിന്നെ മെല്ലെ പുറത്തേക്ക് പോകുന്നതും അനുഭവിക്കുക. ഈ ശ്രദ്ധയിലൂടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിൽ നിന്നും ഭൂതകാലത്തിന്റെ ഭാരത്തിൽ നിന്നും മോചിതനായി വർത്തമാനകാലമെന്ന ഏകസത്യത്തിൽ നിങ്ങൾ നിലയുറപ്പിക്കുന്നു. നിങ്ങളുടെ ഊർജ്ജം സ്വാഭാവികമായും ഉയരാൻ തുടങ്ങുന്നു. കാരണം സമാധാനം വർത്തമാനകാലത്തിൽ മാത്രമേ ഉള്ളൂ.
നിങ്ങളുടെ ഓരോ ശ്വാസവും നിങ്ങളെ ജീവനുമായി ബന്ധിപ്പിക്കുന്ന ഒരു നൂല് പോലെയാണ്. അത് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നറിയാൻ, ആ നൂലിനെ തൊട്ടറിയാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ?